ഇതിനെക്കുറിച്ചൊരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 2022 ബിഗിനിങ്ങിലാണ്. ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സും ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അതൊരു പ്ലാൻ വരച്ചു. അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ മെയിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടും വീടിനുള്ളിൽ നല്ല കാറ്റും വെളിച്ചെല്ലാം കിട്ടുന്ന ഒരു വീടായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പ്ലാൻ വരച്ചപ്പോൾ തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ എലിവേഷൻ്റെ സൈഡിലാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കോണ്ടംപററി സ്റ്റൈലിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ട്രഡീഷണൽ രീതിയിൽ ഒരു ഫ്യൂഷൻ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞത് ഞങ്ങളതായിട്ട് മുമ്പോട്ട് ചെയ്തു. ഫൈനലി ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ ലഭിച്ചത്. ഞങ്ങൾ പൂർണ്ണമായും ഇതിൽ സാറ്റിസ്ഫൈഡാണ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്നൊരു വീട് വേണമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എലിവേഷൻ വന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് പൊതുവെ എല്ലാവരും പറയേണ്ടത് ഭയങ്കര വലിയ വീടാണ്, എന്താ പറയുക, ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇത് എലിവേഷൻ ചെയ്തു വരുന്ന സമയത്ത് ഫീൽ ചെയ്തത്. പല ആളുകളും പറയേണ്ടത് 3 ബെഡ്റൂമുള്ള വീടാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ 3 ബെഡ്റൂമുള്ളൊരു ചെറിയ വീട് തന്നെയായിരുന്നു. പക്ഷേ പണിത് വന്നപ്പോൾ നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു വലിയ വീടായിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ കോമൺ ഏരിയ ആണ്. ഈ ഡൈനിങ് ടേബിളും ഈ ടി വി ഏരിയ, ബേ വിൻഡോ, ആ ഒരു ട്രയാങ്കിൾ, ആ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. കിച്ചണും ഒരു ഫുള്ളി ഓപ്പൺ കൺസെപ്റ്റ് അല്ല, പക്ഷേ എന്നാലും അങ്ങനെയും കൂടി ആയതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് എല്ലാവരും ഒത്തുകൂടുന്നത് ഈ ഡൈനിങ് ഏരിയയിലാണ് കൂടുതലും. കണ്ടതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയ ബാക്കി പൂർണ്ണമായിട്ടും 3D ആയിട്ട് മാച്ചായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ പോയിന്റുകൾ പോലും സൈറ്റിലുള്ളവർ ചെക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്.